എല്ലാവർക്കും ഡ്രാമ റിവ്യൂവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ചൈനീസ് ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഫാൻറ്റസി റിലേറ്റഡ് ഡ്രാമയാണ്. ഈ ഡ്രാമയിലെ മെയിൻ ലീഡായിട്ടുള്ള ഇവനാണെങ്കിൽ ഒരു റിച്ച് ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ ഒരു പുവർ ആയിട്ടുള്ള ഒരു ലീഡും ഇതിലുണ്ട്. അപ്പോൾ ഈ പുവർ ആയിട്ടുള്ള ലീഡിൻ്റെ കയ്യിൽ ഒരു കീ കിട്ടുന്നുണ്ട്. അതൊരു മാജിക്കൽ കീ ആണ്. ആ കീ യൂസ് ചെയ്ത് ഇവർക്ക് ആരുടെയെങ്കിലും ഒരാളുടെ ലൈഫ് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. ആ കീ യൂസ് ചെയ്ത് ഇവനാണെങ്കിൽ ഈ പണക്കാരനായിട്ടുള്ള ഇവൻ്റെ ലൈഫ് സ്വിച്ച് ചെയ്യാണ്. അങ്ങനെ ഇവനൊരു പാവപ്പെട്ടവനായി മാറുന്നുണ്ട്. മറ്റവനൊരു റിച്ചായിട്ടുള്ള ആളും ആവുന്നുണ്ട്. അതായത് ഇവൻ്റെ പൊസിഷനിലോട്ട് മാറാണ്. ഇവൻ പുവറായിട്ടുള്ള ഒരാളായിട്ട് മാറിയെങ്കിലും ഇവൻ്റെ ഉള്ളിൽ ആ റിച്ച് ആണെന്നുള്ളൊരു കാര്യമൊന്നും ഇവൻ അറിയില്ല. ഇവൻ്റെ ലൈഫ് സ്വിച്ച് ആയതാണെന്നുള്ള കാര്യമൊന്നും ഇവൻ അറിയില്ല. പക്ഷേ അവൻ്റെ ഉള്ളിൽ അവൻ്റെ അച്ഛനോടുള്ള പേടി ഇപ്പോഴും ഉണ്ട്. അവൻ്റെ അച്ഛനാണ് അതൊന്നും പോലും അവൻ അറിയില്ലെങ്കിലും അയാളോടുള്ള പേടി ഇപ്പോഴും അവൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് കൊടുക്കാനായിട്ട് ഇവനാണെങ്കിൽ അയാളുടെ ഓഫീസിൽ പോയും അയാളെ കാണുകയും ചെയ്യുന്നുണ്ട്. അയാളെ കാണുമ്പോൾ തന്നെ അവന് വല്ലാത്ത രീതിയിൽ പേടിയുണ്ടാവുകയാണ്. അയാൾ അവൻ്റെ അച്ഛനാണെന്ന് പോലും അവൻ അറിയില്ല. എങ്കിലും വല്ലാത്തൊരു പേടിയുണ്ടാവുകയാണ്. കാരണം അത്രയ്ക്കും അബ്യൂസീവ് ആയിട്ടുള്ളൊരു ഫാദറായിരുന്നു അയാൾ. ആ പേടി കാരണം അവൻ എന്താണ് പറയാനുള്ളതെന്ന് പോലും പറയാതെ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. അവന് പെട്ടെന്ന് സിവിയർ ആയിട്ടുള്ള പാനിക് അറ്റാക്ക് വരികയാണ്. അവന് ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയൊക്കെ ഉണ്ടാവുകയാണ്. അവന് റിച്ച് ആയിരുന്ന സമയത്തും ഈ പാനിക് അറ്റാക്കിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷെ അവൻ അപ്പോൾ ടാബ്ലറ്റ് കഴിക്കുമായിരുന്നു. ഇപ്പോൾ അവൻ ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നുള്ള കാര്യം അവൻ അറിയാത്തത് കൊണ്ട് തന്നെ അവൻ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അവൻ ബുദ്ധിമുട്ട് തോന്നപ്പോൾ തന്നെ അവൻ അവൻ്റെ അമ്മയുടെ ആണ് ആദ്യം വിളിക്കുന്നത്. പാവപ്പെട്ട അമ്മയാണ് അവൻ ആദ്യം വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ അവൻ്റെ അമ്മയല്ലെന്നും അവനറിയില്ല. പക്ഷേ ആ അമ്മയോട് അവന് വല്ലാത്ത രീതിയിലുള്ള സ്നേഹമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന് വയ്യാതായപ്പോൾ ആദ്യം അവൻ്റെ അമ്മയാണ് അവൻ വിളിക്കുന്നത്. അവൻ്റെ അമ്മ ഓടി അവൻ്റെ അടുത്തേക്ക് വരികയും അവനെ സമാധാനിപ്പിക്കുകയും അവൻ്റെ പാനിക് അറ്റാക്ക് കൺട്രോൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവൻ വളരെ റിച്ച് ആയിരുന്ന ഒരാളാണെങ്കിലും അവൻ ഈ പുവറായിട്ടുള്ള ലൈഫ് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം അവനെ സ്നേഹിക്കുന്ന ഒരു അച്ഛനെയും അമ്മയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ലൈഫ് അവൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവനൊരിക്കലും ഒരു റിച്ച് ആവണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. അടുത്തൊരു ലോങ് വീഡിയോ റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.